ഗൈസ് ഗെറ്റ് റെഡി വിത്ത് us. അപ്പൊ ഞങ്ങള് ഇപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് അതിന്റെ ഇച്ചിരി അത്യാവശ്യമുണ്ട്. ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഫോട്ടോ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങള് ഒരുങ്ങുവാണ് കേട്ടോ. അപ്പം എനിക്ക് പാന്റ് മാറ്റണം. ടോപ്പ് ഇതാണ് ഇടുന്നത്. പാന്റ് ഒന്ന് മാറ്റണം. ജസ്റ്റ് ഈ ഒന്ന് ഒരുങ്ങാൻ ഗൈസ്. അപ്പൊ അത് നിങ്ങൾ കാണിച്ചില്ലാന്ന് വിചാരിച്ചു. ഹേ ഗായ്സ്, അങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റെഡി ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജോസ് ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യുന്നത്. മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ആളൊരു മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര മേക്കപ്പാണ്. അല്ല ഗൈസ്, ഞാനും ഒരു സിമ്പിളായിട്ടൊക്കെ തന്നെയാണ് ചെയ്തത്. കാരണം ജോസിന് ഫോട്ടോ എടുക്കാനില്ല, എനിക്ക് ഫോട്ടോ എടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഒരുങ്ങാന്നൊക്കെ വിചാരിച്ചു. വലുതായിട്ടൊന്നുമല്ല, ചെറുതായിട്ടൊന്നും ഒരുങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ആകെ 30 മിനിറ്റാണ് ഔട്ടിങ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പണ്ട് ഞങ്ങൾക്ക് മാക്സിമം ഒരു 5 മണിക്കൂറൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ വന്ന് ഞങ്ങൾക്കൊരു 2 hours മാക്സിമം കിട്ടുന്നത്. അത് സൺഡേ. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എക്സ്ട്രാ പോകണമെങ്കിൽ വാർഡൻ ഞങ്ങളുടെ കൂടെ വരും. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ 30 മിനിറ്റോ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഫ്രീഡം എൻജോയ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കുന്ന പിള്ളേരാണെങ്കിൽ പിള്ളേരെ ഒരു കാര്യമില്ല. ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് 4 വർഷം കൊണ്ട് മുരടിച്ചു പോയി. കാരണം നാട്ടിൽ ഇതിലും ഫ്രീഡം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ കോളേജുകാരാണെങ്കിൽ ഞങ്ങൾക്ക് 2 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾക്ക് പുറം ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് 2 years ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നൊരു 5 hours ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുങ്ങി വന്നതെന്ന് വെച്ചാൽ ഞാൻ ബെറി ബ്രൈറ്റിൻ്റെ സൺസ്ക്രീൻ ഇട്ടു. അതിനുശേഷം ഇച്ചിരി ഐഷാഡോ ഒക്കെ ഇട്ടു. ഈ പാലറ്റ് അടിപൊളിയാണ്, നല്ല നല്ല ഷെയ്ഡ്സൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഞാനൊന്ന് കണ്ണെഴുതി കൊടുത്തു. പൊട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേറെ ഒന്നും ഇട്ടില്ല. പിന്നെ എൻ്റെ ലിപ് ഷെയ്ഡ് കുറച്ച് പേരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏതാ എങ്ങനെയാണ് ഇത് ഇടുന്നതെന്നുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല, സ്റ്റുഡിയോയുടെ ഒരു ലിപ് ഷെയ്ഡാണ്. അത് വെച്ച് ഞാൻ ലിപ് ലൈൻ ചെയ്യും. ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ പുറത്തു കൂടെ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഫേസ് സ്കാനറുടെ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സംഭവം ഓൾ സെറ്റ്. എൻ്റെ ചുണ്ടിന് എന്തൊരു കുഴപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഉണ്ട് ഗൈസ്, എന്തോ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. കാരണം ഞാൻ കുഞ്ഞിലൊന്ന് പൊത്തടിച്ച് വീണിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ എൻ്റെ ചുണ്ടിനൊരു തടിപ്പ് വന്നതാണ്. അതിന് ശേഷം അത് പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മൊത്തം റെഡിയായി. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങളൊരു കാര്യം മറക്കാതെ ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അടിച്ചേക്കുക. കാരണം എനിക്ക് എക്സാമൊക്കെയാണ് ഗൈസ്. എനിക്ക് കണ്ടിന്യൂസ് വീഡിയോ ആയിട്ട് വരാനൊന്നും പറ്റണില്ല. ബട്ട് ഹോപ്പ് യു ഗൈസ്, നിങ്ങൾ വിചാരിച്ചു ഞാൻ എത്രയും പെട്ടെന്ന് വേറെ വേറെ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട ചപ്പൽ. പാൻറ്റൊക്കെ മാറ്റി എല്ലാം സെറ്റായി ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്തൊരു ബായ് ഒക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. പോയിട്ട് വരാം, പെട്ടെന്ന് പോയിട്ട് വരാം. അരമണിക്കൂർ കൊണ്ട് വന്നാൽ ഇനി വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിൻ്റെ പുറത്തായിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.